കീഴ്വായ്പൂരാണ്. ഇവിടെയാണ് കീഴ്വായ്പൂര് പോലീസിൻ്റെ നിശ്ചലപരമായിട്ടുള്ള ഒരു റൈഡിനെ തുടർന്ന് കാട്ടാമല വീട് കയറി ആക്രമിച്ചത് ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനെ പ്രതിഷേധിച്ച് കീഴ്വായ്പൂര് പോലീസിൻ്റെ ഒരു നരവേട്ട എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ബന്ധപ്പെട്ട അധികാരികൾ ഒക്കെ നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒന്നടങ്കം കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ഇതൊരു സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇനി ഒട്ടേറെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ വല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കീഴ്വായ്പൂർ പോലീസിന്റെ അതിക്രമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് വല്ലപ്പള്ളിയിലെ സംഘടിപ്പിക്കുന്നത് ഈ സമരത്തിന്റെ ഭാഗം ഈ കേസന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ADGP ആയിട്ടുള്ള തൊഴിലാളികളുടെ വീടുകളിലേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആദ്യം പോലീസ് ഇവിടെ കാട്ടാമലയിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യമായിട്ടല്ല. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മിഥുൻ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒരു ബാരിക്കേഡ് അതുവഴി പോയി എന്നാരോ വിളിച്ചു പറഞ്ഞു. അതാ ഞങ്ങൾ പറഞ്ഞത്. രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ളത് ഒരു സംശയവും വേണ്ട. ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട രാജു അബ്രഹാം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വളരെ വിശദമായി തന്നെ ഒരു കാര്യം ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. CPM പ്രവർത്തകരുടെ വീടുകളിൽ കയറി CPM പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുത്ത് അവരെ ഉപദ്രവിക്കാനാണ് ഭാവിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ ബാരിക്കേഡിൽ നിന്ന് ഞങ്ങളെ തടുത്തു നിർത്താൻ കഴിയുന്നില്ല. ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒരു ബാരിക്കേഡിനും ഒരു വെടിയുണ്ടയ്ക്കും ഞങ്ങളെ തടുത്തു നിർത്താൻ കഴിയില്ല. ആ വെടിയുണ്ടയും ലാത്തിച്ചാർജും ഏൽക്കാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ജനങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ പ്രശ്നം. അവർക്ക് മാനമില്ല, അവർക്ക് അന്തസ്സില്ല. പാവപ്പെട്ട ആളുകളായതുകൊണ്ട് അവരുടെ മെക്കിട്ട് കയറാം എന്നുള്ള ഒരു ധാരണ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെങ്കിൽ അത് മാറ്റണം. ബഹുഭൂരിപക്ഷം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അധിവസിക്കുന്ന സ്ഥലമാണത്.